നമ്മുടെ നാട്ടിലുള്ള ഒരു സ്കൂൾ, അത് ഗവൺമെൻറ് ആവട്ടെ എയ്ഡഡ് ആവട്ടെ, അവിടെയാണ് ഏറിയ കൂറും കുട്ടികൾ പഠിക്കുന്നത്. ആ സ്കൂൾ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു വരണം. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി പരാമർശിച്ചതുപോലെ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ്സുകളാവണം, സ്മാർട്ട് ക്ലാസ്സുകളായി മാറണം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ വ്യത്യാസമില്ലാതാവും. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തയ്യാറാക്കിയ സ്കൂൾ എന്ന നില, ആ നിലക്ക് മാറ്റം വരും. ഇവിടെ എല്ലാ പഠന സൗകര്യങ്ങൾ മാത്രമല്ല, മറ്റു പശ്ചാത്തല സൗകര്യങ്ങളും ഒരുങ്ങുക. ഒരു കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല, നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലാണ് ഏറ്റവും യോഗ്യരായ അധ്യാപകന്മാരുണ്ട്. അക്കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലാണ് മികവുറ്റ അധ്യാപക വിഭാഗമുള്ളത്. ആ വിഭാഗത്തെ അടക്കം നിഷ്പ്രഭമാക്കുന്നത് ആ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളിലുള്ള ദയനീയാവസ്ഥയാണ്. ഇതിനെങ്ങനെ പരിഹാരം കാണാൻ കഴിയും? ആകെ പരിഹാരം ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. എന്നാൽ ഗവൺമെൻറ് ഒഴിഞ്ഞു നിൽക്കാനും പാടില്ല. ഇതാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്ന ഒരു സമീപനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് കൂടി പങ്കാളിത്തം വഹിക്കുക. ഓരോ സ്ഥലത്തും ത്രിതല പഞ്ചായത്തുകളുടെ ഭാഗമുണ്ട്, നഗരസഭകളുണ്ട്. ഇവയുടെ എല്ലാം പങ്കാളിത്തം ഉണ്ടാവുക. ഓരോ സ്കൂളിനും PTA-കളുണ്ട്. ഓരോ സ്കൂളിലും പഠിച്ച ഒരുപാട് പേര് ഇപ്പം നമ്മളിവിടെ കണ്ടതുപോലെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ആ സ്കൂളിൽ പഠിച്ചവരല്ലെങ്കിലും ആ നാട്ടിലുള്ള പലരും പുറത്ത് പ്രവാസ ജീവിതം നയിക്കുന്നവരായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സുമനസ്സുകളെയും ഒന്നിച്ചു ചേർക്കാനാവണം. അതിന് ഫലപ്രദമായി ഇടപെടാനും നേതൃത്വം കൊടുക്കാനും അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയും. അങ്ങനെ വന്നാൽ കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും സ്മാർട്ട് സ്കൂളുകളും സ്മാർട്ട് ക്ലാസ്സുകളും എല്ലാമായി മാറും. ഒരു തരത്തിലും അസാധ്യമായ ഒരു കാര്യമല്ല. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി ആവശ്യമാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്.